ജയ് ഭീം ജെഫ്രി. ജയ് ഭീം. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സൗണ്ട് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സൗണ്ട് കുറവാണ്. കേൾക്കാം. ഞാൻ ദീപ പി മോഹനൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ദലിത് ഗവേഷകയാണ്. ദലിത് ഗവേഷക ജാതിപീഡനം നേരിടുന്ന വ്യക്തിയാണ്. ഗവേഷണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. എനിക്കതിനൊരു അവസരം തന്ന, എൻ്റെ വിഷയങ്ങൾ പബ്ലിക്കിനോട് സംസാരിക്കാൻ അവസരം തന്ന ഭീം ആർമി കേരള ഘടകത്തിനോട് ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ കേളകം തുള്ളൽ എന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ചത് ഡിഗ്രി PG ഒക്കെ കണ്ണൂർ തന്നെയാണ്. ഞാൻ MPhil പഠനത്തിന് വേണ്ടിയാണ് കോട്ടയത്ത് വന്നത്, MG യൂണിവേഴ്സിറ്റിയിൽ വന്നത്. 2011 മാർച്ചിലാണ് ഞാൻ MPhil അഡ്മിഷൻ നേടുന്നത്. അത് എൻട്രൻസ് എഴുതിയും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തും ആണ് ഞാൻ അഡ്മിഷൻ നേടുന്നത്. ആ കാലം തൊട്ട് 2011 തൊട്ട് ഈ 2021 വരെ ഞാനിപ്പോൾ ഈ MG യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. എൻ്റെ MPhil പഠനത്തിന് ശേഷം ഞാൻ PhDക്ക് ജോയിൻ ചെയ്തു. MPhil കാലത്തും അതുപോലെ തന്നെ PhDയുടെ കാലത്തും എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വണ്ണം ഭീകരമായ രീതിയിൽ തന്നെ ജാതിയുടെ പേരിൽ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും എന്നോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ നന്ദകുമാർ കളരിക്കൽ എന്ന ആളാണ്. പിന്നീട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് എൻ്റെ സെൻറ്ററിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു നന്ദകുമാർ കളരിക്കൽ. അന്നത്തെ ഡയറക്ടർ ഇന്നത്തെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന സാബു തോമസ് സാറാണ്. നന്ദകുമാർ സാർ എന്നോട് കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ആ കാലം അത്രയും സാബു തോമസ് സാർ സ്വീകരിച്ചു പോന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹം VC ആയി. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടു, ഉത്തരവിറക്കി. അതുപോലെ തന്നെ SC/ST കമ്മീഷനും ഉത്തരവിറക്കി. എന്നിട്ടും ആ ഉത്തരവുകളൊന്നും നടപ്പിലാക്കാതെ എൻ്റെ ഗവേഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ഈ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന സാബു തോമസ് സാറാണ്. നന്ദകുമാർ സാറിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തത് അത്രയും സാബു തോമസ് സാർ തന്നെയായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തും ഞാൻ MPhil ചെയ്യുന്ന കാലത്തും ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ വിശദമായി സംസാരിക്കാമെന്ന് കരുതുന്നു. അതിൽ 2011 മാർച്ചിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. മാർച്ചിൽ ആദ്യത്തെ 6 മാസം ഞങ്ങൾക്ക് തിയറി പേപ്പറുകളാണ്. അത് കഴിഞ്ഞ് പിന്നീട് 6 മാസം പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ചെയ്യാൻ ഞങ്ങൾ 3 വിദ്യാർത്ഥികളാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത്. അല്ലാത്ത കുട്ടികൾ, വേറെ ദളിതരല്ലാത്ത കുട്ടികൾ, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ ഈ സാബു തോമസ് സാറും നന്ദകുമാർ സാറും ചേർന്ന് ചെയ്തു കൊടുത്തു. ഞങ്ങൾ 3 വിദ്യാർത്ഥികൾക്ക് ആ സൗകര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല. അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടും സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല. മറ്റു കുട്ടികൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് പുറമേയുള്ള മറ്റ് വളരെ മികച്ച സ്ഥലങ്ങളിലേക്ക്, നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്ത് അവരെ അയക്കുകയും ഞങ്ങൾക്ക് മാത്രം അങ്ങനെ ലെറ്ററുകളൊന്നും തരാതെ ഞങ്ങൾ ചെയ്താലും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോയിക്കോട്ടെ എന്നൊരു രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിരുന്നു. അതിൽ ആൺകുട്ടിക്ക് ഒരു അസുഖം, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലയ്ക്ക് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുകയും അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട്
ആ ഒരു സമയത്ത് ഇവർ റെഫർ ലെറ്റർ കൊടുത്തിരുന്നു ആ പയ്യന്. അവന് തീരെ വയ്യാത്തൊരു പ്രശ്നം, സ്പൈനൽ കോഡിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവന് അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തതെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും യാതൊരുവിധ സൗകര്യങ്ങളും ചെയ്തു തന്നില്ല. അതിൽ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ നന്ദകുമാർ സാർ തടസ്സം നിൽക്കുകയാണ് ചെയ്തത്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നീട് മറ്റേ പെൺകുട്ടി, ആ കുട്ടിക്ക് മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടിയാണ്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടിയാണ്, മരിച്ചു പോയതാണ്. അതിൽ അവൾ സിബ്ലിങ്സിൻ്റെ ഹെൽപ്പിലാണ് ആൾ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും നിരവധി പരിമിതികളിൽ നിന്നുകൊണ്ടാണ് പഠിക്കാൻ വന്നത്. പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ കുട്ടി, ഞങ്ങൾക്ക് ഫെലോഷിപ്പ് വിട്ടുകിട്ടേണ്ട ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ സെൻറ്റർ ചെയ്തിട്ടില്ല. തുടക്കം തൊട്ടേ ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറയാമോ എന്ന് അറിഞ്ഞൂടാ, എങ്കിലും എൻ്റെ സപ്പോർട്ടിലാണ് ആ കുട്ടി സർവൈവ് ചെയ്ത് പോകുന്നത്. അതായത് വീട്ടുകാരെ സഹായിക്കാനുള്ള അവിടുത്തെ പരിമിതികൾ ഉണ്ടായിരുന്നു, അതുപോലെയുള്ള ചിലവുകൾ ഇവിടെയുണ്ട്. താമസിക്കാനും പുറമെ ഞങ്ങൾക്ക് ഹോസ്റ്റൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, പുറമെ താമസിക്കേണ്ടിയിരുന്നു. ആ സമയത്തൊക്കെ ആ കുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിന് സെൻറ്ററാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടുന്ന ഫെലോഷിപ്പ് വിട്ടുകിട്ടാൻ ഡയറക്ടറേറ്റിൽ ലെറ്റർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സെൻറ്ററാണ്. അതൊന്നും ചെയ്തു തന്നില്ല. അങ്ങനെ ഈ കുട്ടിയുടെ കാശിനുള്ള അത്യാവശ്യം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്ഥല MLA ആയ പേരാവൂർ MLA സണ്ണി ജോസഫ് സാറിനെ വിളിക്കുകയും, സാറ് അന്ന് തിരുവനന്തപുരത്തുള്ളപ്പോൾ വെള്ളയമ്പലത്ത് പോയി, അയ്യങ്കാളി ഭവനിൽ പോയി നേരിട്ട് സാർ ഇടപെട്ട് സെൻറ്ററിലോട്ട് വിളിപ്പിച്ച്, അങ്ങനെയാണ് ഞങ്ങളുടെ സെൻറ്റർ ഈ ഗ്രാൻസിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് വരെ. അതിനുശേഷം പിന്നീടും ഒരുപാട് അതിൻ്റെ പുറകിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫെലോഷിപ്പ് പോലും കിട്ടി തുടങ്ങിയത്. അത് ലാസ്റ്റാണ് കിട്ടിയത്. തുടക്കം ആദ്യമൊക്കെ കിട്ടേണ്ട ഫെലോഷിപ്പൊക്കെ തടഞ്ഞു വെച്ച് ലാസ്റ്റോട്ടാണ് അത് കിട്ടിയത്. ആ സമയത്തൊക്കെ ആ കുട്ടി ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട അവസ്ഥയായിരുന്നു അവൾക്ക്. അതിനുശേഷം ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും, ബാക്കി കുട്ടികളൊക്കെ പോയിട്ട് അവരുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ സെൻറ്ററിൽ തന്നെ സീനിയറായിരുന്ന റോബിൻ അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു രജിസ്ട്രാർ ആയിരിക്കുന്ന പ്രകാശ് കുമാർ ബി, ആ സാറിൻ്റെ അടുത്തേക്കും അയച്ചു. അങ്ങനെ അവിടെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് മെറ്റീരിയലൊന്നും അനുവദിച്ചു തന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ പോലും തരാൻ പറ്റില്ല എന്നാണ് നന്ദകുമാർ സാർ പറഞ്ഞത്. എന്തോ ഒരു ചെറിയ ട്രബിൾ വന്നു, നെറ്റ്വർക്കാണ്. അങ്ങനെ സാബു തോമസ് സാറ് റോബിൻ ചേട്ടനോട് കടം വാങ്ങി വർക്ക് ചെയ്തോളം പറഞ്ഞു, അല്ലാതെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും എനിക്ക് മെറ്റീരിയലൊന്നും തന്നിരുന്നില്ല. അങ്ങനെ റോബിൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് വർക്ക് മെറ്റീരിയലൊക്കെ വാങ്ങി. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ MPhilൻ്റെ തീസിസ് വർക്ക്, എൻ്റെ MPhilൻ്റെ വർക്ക് ഞാൻ ചെയ്തു. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നന്ദകുമാർ സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അത് വർക്ക് നന്നായിട്ട് ചെയ്ത് ഞാൻ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഈ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കും നന്ദകുമാർ സാർ വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കി. എൻ്റെ തീസിസ് കറക്റ്റ് ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞു. ഇവരുടെ ഗൈഡൻസ് ചെയ്തെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷേ സാബു സാർ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ സാബു സാർ കറക്റ്റ് ചെയ്തു തന്നു. ഞാൻ പ്രസൻറ്റേഷന് വന്നു, ബാക്കി പുറമേ ചെയ്യാൻ പോയ കുട്ടികളും പ്രസൻറ്റേഷന് വന്നു. ആ സമയത്ത് കൃത്യമായി തന്നെ നന്ദകുമാർ സാർ എൻ്റെ പ്രസൻറ്റേഷന് വലിയ പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ തീസിസ് റിജക്റ്റ് ചെയ്തു. അതായത് എക്സ്റ്റേണലിൻ്റെ മുന്നിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തു. എൻ്റെ പ്രസൻറ്റേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും എനിക്ക് നല്ല മാർക്ക് തരികയും ചെയ്തു. 8.5 എബോവ് മാർക്ക് എനിക്ക് തന്നു 10ൽ. എന്നിട്ട് എന്നോട് സാറ് പറഞ്ഞത് എൻ്റെ ഈ വർക്ക് ഇൻ്റർനാഷണൽ പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൂടെയാണ് സാറ് പോയത്. പക്ഷേ എൻ്റെ തീസിസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദകുമാർ സാർ പ്രശ്നമാക്കി. പക്ഷേ എക്സ്റ്റേണലിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എൻ്റെ തീസിസ് ഭയങ്കര ഇഷ്ടമായി സാറിന്. പക്ഷേ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നന്ദകുമാർ സാർ പ്രശ്നമാക്കി. എന്നെ കരയിച്ചിട്ടാണ് അന്ന് അവിടെ നിന്ന് വിട്ടത്. എൻ്റെ തീസിസ് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. പിന്നീട് ഞാൻ വീണ്ടും സെൻറ്ററിൽ 3-4 മാസം നിന്ന് മറ്റു കുട്ടികൾ ഒക്കെ അവരുടെ വർക്ക് ചെയ്ത് പോയതിന് ശേഷവും വീണ്ടും ഞാൻ സെൻറ്ററിൽ 2-3 മാസം നിന്ന് ഒരു വലിയ കറക്ഷനൊന്നും അല്ല, കറക്ഷനേ ഇല്ല, ചുമ്മാ ഇലക്ട്രോസ്പിൻ ചെയ്യുന്ന ഒരു സ്കാഫോൾഡ് എന്ന് പറയും, അതിൻ്റെ പോർസ് എണ്ണിച്ച് എന്നെ കൊണ്ട് ചുമ്മാതെ. അത് വലിയൊരു കാര്യമല്ല ആ വർക്കിൽ. അങ്ങനെ ആ ഒരു സാധനം ചെയ്യിച്ച് ഒരുപാട്
ബുദ്ധിമുട്ടിച്ചു. കാശിനൊക്കെ ഒരുപാട് നഷ്ടം വന്നു. 4-5 തീസീസ് ഉണ്ടാക്കണം, അത് വീണ്ടും എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു. അതേസമയം ബയോസയൻസിൽ വർക്കിന് പോയ ദീപ എന്ന് പറയുന്ന മറ്റേ കുട്ടി, അവളെയും നന്നായി ബുദ്ധിമുട്ടിച്ചു. അവിടെ നല്ല പീഡനമായിരുന്നു. പക്ഷേ ആ കുട്ടി പരാതിയൊന്നും വിട്ടില്ല. അവൾ PhD പോലും ചെയ്യാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന് അവൾ ഒരുവിധം അവളുടെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആക്കി അവൾ പോവുമായിരുന്നു ഇവിടുന്ന്. ഭയങ്കര ആഗ്രഹമായിരുന്നു PhD ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ അവൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി, ഞങ്ങൾക്ക് 2 പേർക്കും എൻ്റെ പ്രസൻറ്റേഷൻ എല്ലാ കുട്ടികൾക്കും നടത്തി. പക്ഷെ ആ കുട്ടിക്ക് ആ സമയം അവളെ നടത്തിയില്ല. അവൾ സൂയിസൈഡ് ചെയ്യുക, അവൾ പലവട്ടം സൂയിസൈഡിനെ കുറിച്ച് എന്നോട് സംസാരിച്ചതാണ്. അങ്ങനെ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവളുടെ പ്രസൻറ്റേഷൻ വീണ്ടും ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് നടത്തി. അങ്ങനെയൊന്നും യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ കുട്ടിക്കത് സബ്മിറ്റ് ചെയ്ത് ഇറങ്ങി പോകേണ്ടി വന്നത്. പിന്നീട് PhD ചെയ്യണമെന്ന് ഒരുപാട് തവണ എൻ്റെ അടുത്ത് ആഗ്രഹം അവൾ പറയുന്നുണ്ടായിരുന്നു MPhilൻ്റെ സമയത്ത് തന്നെ. പക്ഷേ ഈ ഒരു സെൻറ്ററിലേക്ക് വന്ന് അത് ചെയ്യുന്നതിനെക്കുറിച്ച് അവൾക്ക് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ പഠനം തന്നെ അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് 2012 ഞാൻ ഗേറ്റ് ക്വാളിഫൈഡായി. അത് PhDക്കുള്ളൊരു നമുക്ക് PhDക്കുള്ളൊരു ക്വാളിഫിക്കേഷനാണ് PhDക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ MPhil ഓർ ഗേറ്റ്, അങ്ങനെ JRF ഏതെങ്കിലും മതി. അപ്പോൾ അതിൽ എനിക്ക് ഗേറ്റ് കിട്ടി, കൂടാതെ MPhilലും ഉണ്ട്. അങ്ങനെ എനിക്ക് PhD ചെയ്യണം എന്നുള്ള ആവശ്യം സൗ തോമസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറിന് എൻ്റെ വർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്നോട് ഇവിടെ തുടരാം. അതുമാത്രമല്ല, ബയോസയൻസിലെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറ്, അവർക്കൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇവിടെ അദ്ദേഹത്തിന് PhDക്ക് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഈ സെൻറ്ററിലേക്കുള്ളൊരു കണക്ഷനായിട്ടൊക്കെ സാർ എന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഞാൻ പാലയാട് ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഹെഡിൻ്റെ സ്റ്റുഡൻ്റാണ് ഈ സാറ്. അപ്പോൾ ആ ഒരു ബേസിലൊക്കെ സാർ എന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു 2012. ഗേറ്റ് ഉള്ളത് കൊണ്ട്. MPhilൻ്റെ റിസൾട്ട് പക്ഷേ ഇവർ തന്നിട്ടുണ്ടായിരുന്നില്ല. MPhilൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് TC വിട്ടു തന്നില്ല. TC വിട്ടു തരാത്തതുകൊണ്ട് എനിക്ക് ആ വർഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു വർഷം നഷ്ടപ്പെടുത്തി. 2012-13 എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ തന്നില്ല. കാരണം എൻ്റെ TC വിട്ടു തന്നില്ല സെൻറ്ററിൽ നിന്ന്. അതായത് ഞാനവിടെ ചെയ്യണ്ട എന്നൊരു ഉദ്ദേശം നന്ദകുമാർ സാറിനുണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് വിട്ടു തന്നില്ല. അങ്ങനെ പിന്നീട് എനിക്ക് പക്ഷേ സെൻറ്ററിൽ ഞാൻ വരണമെന്ന് സാബു സാർ നിർബന്ധവും പിടിച്ചു. ഞാൻ സെൻറ്ററിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി തന്നെ തുടരേണ്ടി വന്നു. അറ്റൻഡൻസ് ബുക്കിൽ രജിസ്റ്ററിൽ ഞാൻ ഒപ്പിടേണ്ടി വന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് TCക്ക് വേണ്ടുന്ന ഫോർമാറ്റ് ഞാൻ തന്നെയാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് TCക്ക് വേണ്ടുന്ന ഫോർമാറ്റ് തയ്യാറാക്കി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ പോലെ എനിക്ക് വന്നു. അങ്ങനെ ആദ്യമായിട്ട് TC ഒപ്പിട്ട് വാങ്ങിയ ആൾ ഞാനാണ്. പിന്നെ വീണ്ടും 2013 ഞാൻ അപ്ലൈ ചെയ്തു. ആ സമയത്തും ഗേറ്റ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് MPhilൻ്റെ സർട്ടിഫിക്കറ്റ് വിട്ടു തന്നിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് വെച്ച് അപ്ലൈ ചെയ്ത് 2014 മാർച്ചിൽ ഡോക്ടറൽ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് മാർച്ചിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. PhDക്ക് അഡ്മിഷൻ കിട്ടുന്നത് 2014 മാർച്ചിലാണ്. ആ സമയത്തും എനിക്ക് MPhilൻ്റെ സർട്ടിഫിക്കറ്റ് വിട്ടു തന്നിട്ടില്ല. റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്തില്ല. ഇതൊക്കെ ചെയ്യുന്നത് 2015 എൻ്റെ ഇഷ്യൂ പുറമേക്ക് വന്ന് വാർത്തയതിന് ശേഷമാണ് 2015 എൻ്റെ MPhilൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നത്. ഈ സമയത്ത് 2014 പിന്നെ ഈ 2012 തൊട്ട് ഈ 14 മാർച്ച് രജിസ്ട്രേഷൻ ആവുന്ന കാലയളവ് വരെ എന്നോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിച്ചില്ല. അതിന് അവർക്ക് എന്നെ കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത്, ആ സമയത്ത് എൻ്റെ ജൂനിയേഴ്സ് വരുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾക്കൊക്കെ ലാബിൽ ഹെൽപ്പ് വേണം. അപ്പോൾ അവരുടെ പ്രൊജക്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പലവട്ടം പല ആവശ്യങ്ങൾക്ക് അതിനുവേണ്ടി എന്നെ നിയോഗിക്കുമായിരുന്നു. പിന്നീട് പുറത്ത് പറയാൻ പറ്റാത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെൻറ്ററിൽ നടക്കുന്നത്. തീസീസ് പുറമേ നിന്ന് സാബു സാറിന് തീസീസ് ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന തീസീസ് പോലും ഞങ്ങൾ PhD സ്റ്റുഡൻസ് ആണ് നോക്കി അതിലെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയുള്ള തീസീസ് ഇവാലുവേഷൻ, പിന്നെ ജൂനിയേഴ്സ് വരുന്നവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക എൻട്രൻസിന് വേണ്ടുന്നത്, പിന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസസ് സംഘടിപ്പിക്കും. അതിൻ്റെയൊക്കെ പുറകിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതൊക്കെ വലിയ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഇൻ്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ ജോലികൾ ഒരുപാടുണ്ടാവും. അതിൻ്റെ ജോലികൾ ഡിവൈഡ് ചെയ്ത് ഞങ്ങൾ സ്റ്റുഡൻസിനെയാണ് ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ജോലികൾ എന്നെക്കൊണ്ട് ചെയ്യിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ കാലയളവിൽ എന്നെ ഇവിടെ നിർത്തി. വിട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ സാബു സാറ് പറഞ്ഞു. നന്ദകുമാർ സാറ് ആ ഒരു സമയത്തും സാറിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ സെൻറ്ററിലല്ലാതെ വേറെ പല സ്ഥലങ്ങളിലും മാറി, നാനോ സെൻറ്ററിലല്ലാതെ സാബു സാറിൻ്റെ വേറൊരു ലാബുണ്ടായിരുന്നു, അവിടെ ചില സമയങ്ങളിൽ പോയിരിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ അവിടെയും ഒരുപാട് ആളുകളുണ്ട്, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നീട് ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് പുറമേയൊക്കെ പല സ്ഥലങ്ങളിലും വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ഞാൻ സർവൈവ് ചെയ്തത്. എനിക്കൊരു ഇരിക്കാൻ സ്ഥലം പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 14 രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇരിപ്പിടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വർക്ക് ഞങ്ങൾക്ക് കോഴ്സ് വർക്കാണ് ആദ്യത്തെ 6 മാസം കിട്ടേണ്ടിയിരുന്നത്. കോഴ്സ് വർക്ക് കൃത്യമായി തന്നില്ല. 6 മാസം കോഴ്സ് വർക്ക് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ഡോക്ടറൽ കമ്മിറ്റി നടത്തിയതിന് ശേഷമാണ് നമ്മൾ അവിടുത്തെ പെർമനൻറ്റ് സ്റ്റുഡൻ്റ് ആവത്തുള്ളൂ. അതൊന്നും നടത്താതെ നേരെ വർക്ക് റിപ്പോർട്ട് വെക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. മന്ത്ലി വർക്ക് റിപ്പോർട്ട് വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വർക്ക് ചെയ്യാൻ മെറ്റീരിയൽ തരാതെ എനിക്ക് വർക്ക് റിപ്പോർട്ട് വെക്കാൻ സാധിക്കില്ല. അതുപോലെ കോഴ്സ് വർക്ക് അറ്റൻഡ് ചെയ്യേണ്ട സമയമാണ്, അത് ചെയ്യാതെ ഇത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നിട്ടും ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് വേറെ പല ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അവരിൽ നിന്നൊക്കെ വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ കടം വാങ്ങി ഞാൻ വർക്ക് ചെയ്ത് ഞാൻ മന്ത്ലി വർക്ക് റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ചു വന്നു. വർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതുകൂടാതെ തന്നെ വർക്ക് പ്രസൻറ്റേഷനുണ്ട്. അതിങ്ങനെ നമ്മുടെ ടേൺ വരും, ഒരുപാട് കുട്ടികളുണ്ട്, നമ്മുടെ ടേൺ വരും. അതിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനും കഴിഞ്ഞു, ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ്റെ സമയത്ത് വർക്ക് മെറ്റീരിയൽ ഇല്ലാതെയാണ് ഞാനിത് ചെയ്യുന്നത്. കടം വാങ്ങിയും ബുദ്ധിമുട്ടുമാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രസൻറ്റേഷൻ വന്ന ഒരു സമയത്ത് എൻ്റെ MPhilൻ്റെ കണ്ടിന്യൂവേഷനാണ് PhD, ഏകദേശം ആ വർക്കുമായിട്ട് കണ്ടിന്യൂവേഷനാണ്. അങ്ങനെ ഒരേ പോളിമറാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത് PhDക്കുള്ള വർക്കിന്. എൻ്റെ പ്രസൻറ്റേഷൻ്റെ സമയത്ത് എൻ്റെ MPhil തീസിസിലൊരു ഡാറ്റ സെയിം വർക്ക് കണ്ടിന്യൂഷൻ ഉണ്ട്, അതെനിക്ക് PhDക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എൻ്റെ തീസിസിലടക്കം. എൻ്റെ പ്രസൻറ്റേഷൻ്റെ സമയത്ത് നന്ദകുമാർ സാർ അവിടെ ഉണ്ടാവുകയും എൻ്റെ ഡാറ്റ ഞാൻ വെച്ചത് സാറ് പ്രസൻറ്റേഷൻ്റെ സമയത്ത് സാറ് പബ്ലിക്കായിട്ട് ഒരുപാട് ആളുകളുടെ മുന്നിൽ ഞാനത് മോഷ്ടിച്ചതാണെന്ന് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. ഞാനത് റോബിൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ ഡാറ്റ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് എൻ്റെ പ്രസൻറ്റേഷൻ സാർ ആകെ തടസ്സപ്പെടുത്തി എന്നെ അവിടെ നിന്ന് കരയിച്ചിട്ടാണ് സാർ ഇറക്കി വിട്ടത്. അപ്പോൾ അത്രയും ആളുകളുടെ മുന്നിൽ ഞാൻ മോഷ്ടിച്ച ഒരു സാധനമാണ് റോബിൻ്റെ എന്ന് പറഞ്ഞു. പക്ഷേ അതേപോലും 2012 എൻ്റെ തീസിസിൽ MPhil തീസിസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത എൻ്റെ ഡാറ്റയാണ് ഞാനന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഇൻസിഡൻറ്റിന് ശേഷം വീണ്ടും വർക്ക് ചെയ്യണം, മെറ്റീരിയൽ ഇല്ലാതെ തന്നെ ഞാൻ കടം വാങ്ങിയൊക്കെ ഒരു മാസം കൂടെയൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ സെൻറ്ററിലൊരു ടീച്ചർ, ഒരു രാജി എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിനോട് നമുക്ക് ആവശ്യമുള്ള വർക്ക് മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ എല്ലാ കുട്ടികളും കൊടുത്ത കൂടെ ഞാനും എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയലിന് ഏതൊക്കെ മെറ്റീരിയൽ വേണമെന്നുള്ള ലിസ്റ്റ് കൊടുത്തു. പക്ഷേ ബാക്കി കുട്ടികൾക്കൊക്കെ മെറ്റീരിയൽ വന്നു, എനിക്ക് മാത്രം വന്നില്ല. ഞാൻ ടീച്ചറോട് പോയി ചോദിച്ചു, എന്താ ടീച്ചറെ എനിക്ക് മാത്രം വന്നില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കോഴ്സ് വർക്കും ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്ക് തരണ്ടെന്ന് നന്ദകുമാർ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, നിനക്കുള്ള മെറ്റീരിയൽ വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മെറ്റീരിയൽ ഇല്ല, ബാക്കി കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നു അവർക്ക് കിട്ടിയ മെറ്റീരിയൽ വെച്ചിട്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് തന്നെ വീണ്ടും ഫണ്ടിങ് ഡ്യൂട്ടി തന്നു. വലിയ ഇൻ്റർനാഷണൽ കോൺഫറൻസ് വന്നതിൻ്റെ ഫണ്ടിങ് ഡ്യൂട്ടി തന്നു. ആ ഫണ്ടിങ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ സീനിയേഴ്സായ ആളുകളെയും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ ഞാനായിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ. എനിക്ക് കിട്ടിയ ഡ്യൂട്ടിയുടെ ഫണ്ടിങ് ഡ്യൂട്ടിയുടെ ഞാനാണ് അത് നിയന്ത്രിക്കേണ്ട ആൾ. അങ്ങനെ എൻ്റെ സീനിയേഴ്സ് കുറച്ച് പേര് വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കൊന്നും കാര്യക്ഷമതയില്ല എന്നൊരു സാധനമാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം ഞാൻ സാബു സാറിൻ്റെ അടുത്ത് വിഷയമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് സീനിയേഴ്സായ കുറച്ച് PhDക്കാർ ബയോസയൻസിലുണ്ട് എൻ്റെ ഗൈഡിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് മെറ്റീരിയൽ കടം വാങ്ങി ഞാൻ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ ഞങ്ങൾക്ക് 2-3 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ഒന്ന് കെമിക്കൽ സയൻസിൽ, ബയോസയൻസിൽ, സ്പാപ്പിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. മൾട്ടി ഡിസിപ്ലിനറി ആണല്ലോ നാനോ സയൻസ് നാനോ ടെക്നോളജി സബ്ജക്റ്റ്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. നാനോ മെഡിസിനിലാണ് എൻ്റെ വർക്ക്. അങ്ങനെ വർക്ക് ചെയ്ത് പോന്നപ്പോൾ എനിക്ക് ബയോളജി വർക്ക് കുറച്ച് എനിക്ക് ഞങ്ങളുടെ നാനോ ബയോളജി ലാബിലുണ്ടായിരുന്നു.
ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ. അത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സാറ്റർഡേ. അത് എനിക്ക് 2015 ജനുവരി 10 ആ സംഭവം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദകുമാർ സാറ് ലാബിലേക്ക് കടന്നു വരികയും എന്നോട് ഭീകരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ മൈക്രോബയോളജി, വളരെ മൈക്രോബയോളജി വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പാത്തോജനിക്കായ ഓർഗാനിസംസ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കയറി വന്നിട്ട് ഞാനത് ഇപ്പം തന്നെ എല്ലാം മതിയാക്കി ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആ ഒരു പകുതി സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് ആ വർക്ക് മതിയാക്കി ഇറങ്ങാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം അതിന് ശേഷം വരുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഓണാക്കിയിട്ടിട്ടുള്ളത്, അതൊക്കെ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് സാറിന് മനസ്സിലാവുന്നില്ല. എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഗൈഡും സാബു തോമസ് സാറും പറഞ്ഞിട്ടാണ്, എൻ്റെ വർക്ക് പ്രോഗ്രസ് ഇവർ കാണുന്നുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വർക്ക് ചെയ്യാൻ ഈ നാനോ സെൻറ്ററിലോട്ട് ചെല്ലുന്നത്. ഈ നാനോ സെൻറ്ററിൻ്റെ അടുത്തുള്ള ഓഫീസിനടുത്തുള്ള എൻ്റെ നാനോ ബയോളജി ലാബിൽ. അങ്ങനെ അവിടുന്ന് സാറ് വലിയ പ്രശ്നം ഉണ്ടാക്കി. സാബു തോമസ് സാർ ആ സമയത്ത് വിദേശത്തായിരുന്നു. സാറ് വിദേശത്ത് നിന്ന് വരുന്ന സമയം, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് സാറ് കോട്ടയത്തോട്ട് വരുന്ന സമയം വരെ സാറ് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിന്ന് സാബു സാറിനോട് സാബു സെൻട്രലിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ സാബു സാറിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സാബു സാർ എന്നോട് പറഞ്ഞു, ദീപ നീ എങ്ങനെയും നിർത്താൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഗൈഡിനെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട്, സാർ ഇത് പറ്റുന്നില്ല, എനിക്കിത് രാജി എന്ന് പറഞ്ഞ ടീച്ചർ വിളിച്ചു. എൻ്റെ ഗൈഡിന് ഇത് അറിയാം, പിന്നീടാണ് സാറിന് ഇത് അറിയുന്നത്. പക്ഷേ രാജി ടീച്ചറോട് ഞാനിത് വിളിച്ച് പറയുന്നുണ്ട്. രാജി ടീച്ചർ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ ഒക്കെ പെർമിഷനോട് കൂടിയാണ് ഞാൻ പക്ഷേ എന്നോട് വിട്ടിട്ട് പോകണമെന്ന് ടീച്ചറും, ഇദ്ദേഹം വലിയൊരു പ്രശ്നമാണ്. നിരവധി കുട്ടികളോട് പല പ്രശ്നങ്ങളാണ് നന്ദകുമാർ സാർ. അതിൽ എന്നോടുള്ള പ്രശ്നം ഇങ്ങനെ ജാതിയുടെ പേരിലുള്ളത്. അങ്ങനെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. നിരവധി പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ സാബു തോമസ് സാറ് വന്നിട്ട് സാറിനെ പിന്നെ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ സാബു സാറും കൂടെ കടന്നു വന്നിട്ട് സാർ എന്നോട് പറഞ്ഞു, ദീപ മതിയാക്ക് ദീപ. നന്ദകുമാർ സാറിൻ്റെ പ്രശ്നം കാരണം കൂടിയാണ്. സാറിന് കാര്യം മനസ്സിലായി, പക്ഷേ എന്നാലും മതിയാക്കി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എനിക്ക് പകുതിക്ക് വെച്ചിട്ട് എൻ്റെ വർക്ക് എനിക്ക് നിർത്തേണ്ടി വന്നു. ഒരുവിധം കുറച്ച് സമയമൊക്കെ എടുത്ത് ഞാനത് ഒരുവിധം ലാബൊക്കെ ഓക്കെ ആക്കി. ഞാൻ കൈയൊക്കെ കഴുകും, ഗ്ലൗസും മാസ്കും കോട്ടൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെ ഞാൻ ടയേർഡായി. ഈ സാറിൻ്റെ പ്രശ്നം കാരണം ആകെ ക്ഷീണമായി. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഞാൻ കൈ കഴുകാൻ പോയി. മുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ആ പോയ സമയത്ത് ഇവർ ഓഫീസിൻ്റെ കവാടം അങ്ങ് പൂട്ടി. അതുവഴിയാണ് എനിക്ക് ലാബിലോട്ട് കയറേണ്ടത്. അവിടെ പോയി ഞാൻ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പൂട്ടിയിട്ട് ഇവർ ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് വണ്ടിയെടുത്ത് സാബു സാറും നന്ദകുമാർ സാറും പോയി. ഞാൻ അവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും ഉറപ്പാക്കാതെയാണ് ഇവർ പോയത്. എൻ്റെ ലാപ്ടോപ്പും എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഷോള്, അന്ന് ചുരിദാറിന് ഷോളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഒക്കെ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. എൻ്റെ ലാപ്ടോപ്പും ബാഗും ഒക്കെ ഇരിപ്പുണ്ട്. അതൊന്നും അവിടെ കണ്ടിട്ട് തന്നെയാണ് ഇവർ ക്ലോസ് ചെയ്തത്. എന്നിട്ട് ഫ്രണ്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഗ്രില്ലും പൂട്ടി ഇറങ്ങിപ്പോയി. അന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു. വേറെ രക്ഷയുണ്ടായിരുന്നില്ല, എനിക്ക് പുറത്തിറങ്ങണമല്ലോ. അന്ന് മോൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. കോട്ടയത്ത് എൻ്റെ കുഞ്ഞ് ഇവിടെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലുണ്ട്. മോക്ക് ചെന്നിട്ട് എനിക്ക് ഫുഡ് കൊടുക്കേണ്ടതാണ്. ഉച്ചയ്ക്കത്തെ വർക്ക് ഒരുവിധം തീർത്തതിന് ശേഷം മോക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങേണ്ട സമയമാണ്. ആ സമയത്താണ് സാർ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. കുഞ്ഞവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ആ സമയത്ത് നന്ദകുമാർ സാറ് ഗേറ്റിന് വെളിയിലുണ്ടെന്നാണ് സാറിൻ്റെ ഒരു മൊഴിയിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗേറ്റിന് വെളിയിലുണ്ട്. അപ്പോൾ പോലീസുകാർ പിന്നെ അകത്തോട്ട് കയറി പോകുന്ന കണ്ടിട്ട് അദ്ദേഹം വന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചെന്ന്, എന്തിനാ പോലീസ് പോയെന്ന്. അപ്പോൾ പറഞ്ഞു, അവിടെ ഒരു കുട്ടി പൂട്ടിയിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനെ ഇറക്കാൻ വേണ്ടി പോലീസ് പോകുന്നതെന്ന്. അപ്പോഴത് ദീപാപ്പി മോഹനാണെന്ന് കരുതി ഞാൻ കയറിപ്പോയെന്നൊക്കെ പറയുന്നു സാറിൻ്റെ ഒരു മൊഴിയിൽ. ഇത് പൂട്ടിയിട്ട് വന്ന ആളാണേ. അങ്ങനെ അവിടെ ആ സ്ഥലത്തേക്ക് നന്ദകുമാർ സാർ പിന്നീട് എത്തുവാണ്. അങ്ങനെ പൂട്ടിയിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്നിട്ട് എൻ്റെ ഗൈഡ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സ്ഥലത്തേക്ക് ഗൈഡ് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ PVC ആയിരിക്കുന്ന അരവിന്ദ് കുമാർ സാർ വന്നു. പിന്നെ ഈ സാബു സാറും നന്ദകുമാർ സാറൊക്കെ വന്നു. എന്നിട്ട് പോലീസുമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നീട് എൻ്റെ ലാപ്ടോപ്പും ബാഗൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി വേഗം കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ ഗൈഡ് സംസാരിച്ചു. അങ്ങനെ ഗൈഡ് പറഞ്ഞത്, ഇനി ദീപയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം, നന്ദകുമാറിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം, പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞു. നിരവധി തവണ എന്നെ എൻ്റെ ഗൈഡ് വിളിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ EK ബയോസയൻസിലെ
അസോസിയേറ്റ് പ്രൊഫസറാണ്, അസിസ്റ്റൻ്റ് ഓർ അസോസിയേറ്റ്. സാറ് എന്നെ നിരവധി തവണ വിളിച്ചിട്ട് പറഞ്ഞു പരാതി കൊടുക്കുകയും ചെയ്യരുതെന്ന്. അപ്പോൾ റിസർച്ചിൻ്റെ കാര്യമല്ലേ, ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഗൈഡ് അങ്ങനെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ റിസർച്ച് ചെയ്യാൻ ഇവർ എന്നെ സമ്മതിക്കത്തില്ല. അങ്ങനെ സാറിനെ കൊണ്ട് ഇവർ പറയിച്ച് അങ്ങനെ എന്നെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇവർ അറസ്റ്റിലായേനെ രണ്ടുപേരും. പോലീസുകാർ എന്നോട് പറഞ്ഞതാണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വന്ന് തരണമെന്ന്. പക്ഷേ ഇവർ കൊടുക്കരുതെന്ന് എൻ്റെ ഗൈഡിനെ കൊണ്ട് പറയിച്ചത് കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും എൻ്റെ ഗൈഡ് എന്നെ വിളിപ്പിച്ച് പിന്നെ വീണ്ടും ഒരു ചർച്ചയൊക്കെ വെച്ചു സാബു സാറുമായിട്ട്. അങ്ങനെ നന്ദകുമാർ സാറിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. സാർ യാതൊരു വിധത്തിൽ എന്നോട് പ്രശ്നം ഉണ്ടാക്കില്ല, എനിക്ക് വർക്ക് തുടരാം എന്നൊരു രീതി പിറ്റേന്ന് തന്നെ വിളിച്ച് എന്നെ കൊണ്ടൊരു ചർച്ചയൊക്കെ വെച്ചു. അങ്ങനെ വീണ്ടും ഞാൻ ലാബിൽ വർക്ക് ചെയ്യാൻ കയറി. പക്ഷേ ആ സമയത്തൊക്കെ സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തെ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തും. അങ്ങനെ ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദീപ ലാബിൽ നിൽക്കണ്ട, ഇറങ്ങിപ്പോണം, വെള്ളം തടസ്സപ്പെടുത്തുക, അങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും ലാബിൽ വേണ്ടത് വെള്ളമാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൃത്യമായിട്ട് ലഭ്യമാക്കാതെ ആക്കി. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആക്കി. പിന്നെ ഒരു ദിവസം ഇദ്ദേഹം വന്നിട്ട്, പ്രവീൺ ഗോവിന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വന്ന്, ആളൊരു ബ്രാഹ്മണൊക്കെയാണ്, ആൾ വന്നിട്ട് ആൾക്കിത് മനസ്സിലായിട്ടുണ്ട് ഇത് കാസ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. ആൾ വന്ന് എന്നോട് ലാബിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് പൂട്ടി വിട്ടു. ലാബിൽ നിന്ന് തന്നെ ഇറക്കി വിടുക ചെയ്തത്. പിന്നെ എനിക്ക് വേറെ രക്ഷയൊന്നുമില്ല, എന്താ ചെയ്യുക അപ്പോൾ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാർ ഇങ്ങനെയാണ് ഇഷ്യൂ, ഇങ്ങനെയാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഗൈഡ് എന്നോട് വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, എനിക്കിതിൻ്റെ അകത്ത് തോന്നുന്നത് നീ പരാതിപ്പെട്ടാലേ എനിക്ക് കാര്യമുള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ പല രീതികളിൽ നമ്മൾ നോക്കിയിട്ട് സോൾവ് ആക്കാൻ പറ്റുന്നില്ല. ഇനി യൂണിവേഴ്സിറ്റി പരാതിപ്പെട്ടോളാൻ പറഞ്ഞു വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട്. അങ്ങനെ എൻ്റെ വീട്ടുകാരുമായിട്ട് എൻ്റെ ഗൈഡ് സംസാരിച്ചു. അങ്ങനെ ഞാൻ പരാതി കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല, വർക്ക് ചെയ്യാൻ മെറ്റീരിയലില്ല, എങ്ങനെയെങ്കിലും കടം വാങ്ങി വർക്ക് ചെയ്താലും തുടരാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പരാതി കൊടുത്തത് PVCക്കാണ്. അന്നത്തെ PVC ആയിട്ടിരുന്നത് ഷീന ഷുക്കൂർ മാഡമാണ്. ഷീന ഷുക്കൂർ മാഡത്തിനടുത്ത് ഞാൻ പരാതി കൊടുത്തു. പരാതി കണ്ടപാട് മാഡം പെട്ടെന്ന് നന്ദകുമാർ സാറിനെ വിളിച്ചു. വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി സാറിനെ ഫോണിൽ വിളിച്ചു. അപ്പോഴേ സാറ് പറയുന്നത്, ദളിത് വിദ്യാർത്ഥിക്ക് ഫേവർ ചെയ്താൽ സെൻറ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുമെന്നാണ് മാഡത്തിനോട് പറഞ്ഞത്. ദളിത് വിദ്യാർത്ഥിക്ക് ഫേവർ ചെയ്താൽ സെൻറ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുന്നു. എൻ്റെ റിസർച്ച് ചെയ്യുന്ന എൻ്റെ റൈറ്റ് അദ്ദേഹത്തിന് ഫേവറിങ് ആയിട്ടാണ് തോന്നിയത്. അപ്പോഴേ അവിടെ വേറൊരു സിൻഡിക്കേറ്റ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, തോമസ് സാറ്. സാറിൻ്റെ അടുത്ത് സാറും ഇതുപോലെ മറ്റെന്തോ ഒരു ഇഷ്യൂ ആയിട്ട് മാഡത്തോട് സംസാരിക്കാൻ വന്നതാണ്. മാഡം എൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറഞ്ഞു, കുട്ടി ഇരിക്കുമ്പോൾ പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ സാർ, ഇപ്പം ഇവൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന സാർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് മാഡം പറയുകയാണ് സാറിൻ്റെ അടുത്ത്. ദളിത് വിദ്യാർത്ഥിക്ക് ഫേവർ ചെയ്ത സെൻറ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുമെന്ന് നന്ദകുമാർ പറഞ്ഞതായിട്ട്. അങ്ങനെ പിന്നീട് അത് വാർത്തയാവുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പുറമേക്കിത് വാർത്തയായതിനു ശേഷം പിന്നീട് VC വന്നതിന് ശേഷം അദ്ദേഹത്തിനെ ഞാൻ പിന്നീട് പോയി കണ്ടു, വൈസ് ചാൻസലറെ. അദ്ദേഹം വന്ന് രണ്ടംഗ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചു. അവർ 6 മാസത്തെ സമയമാണ് കൊടുത്തത്. അതിനുള്ളിൽ അവർ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു, VCക്ക് റിപ്പോർട്ട് കൊടുത്തു. നന്ദകുമാർ കളരിക്കൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതായത് നിരവധി മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ സെൻറ്ററിലുണ്ടായിരുന്ന റിസർച്ച് സ്കോളേഴ്സ് അടക്കം PVC അടക്കം എല്ലാവരുടെയും മൊഴികൾ എടുത്തതിന് ശേഷം നന്ദകുമാർ കളരിക്കൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ഈ റിപ്പോർട്ട് അവർ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരത് പുറത്തേക്ക് എടുത്തില്ല. വേറെ സിൻഡിക്കേറ്റ് മീറ്റിങ്ങുകൾ നിരവധി, ഒരു 3-4 കഴിഞ്ഞിട്ടും ആ മീറ്റിങ്ങിലേക്കൊന്നും എൻ്റെ ഈ റിപ്പോർട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയം അത്രയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. യൂണിവേഴ്സിറ്റി വർക്ക് മെറ്റീരിയൽ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും വർക്ക് മെറ്റീരിയൽ അനുവദിച്ചു തന്നു. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടിയുണ്ട്, എനിക്ക് ഇരിക്കാനുള്ള സ്ഥലവും കൂടെ തന്നില്ല. ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുകയും ചെയ്തു നന്ദകുമാർ സാർ ഈ ഒരു സമയത്തിന് ഉള്ളിൽ തന്നെ. ഈ
14 ജോയിൻ ചെയ്തതിന് ശേഷം 15 മാർച്ച് ഈ മാർച്ചിൽ ഈ വിഷയത്തിലോട്ട് പോകുന്നതിനുള്ളിൽ തന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നാനോബയോളജി ലാബിൻ്റെ മുന്നിൽ എൻ്റെ ജൂനിയേഴ്സ് ഇരിക്കുന്നതിനടുത്തായിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ബാക്കി ഉണ്ടായിരുന്ന കുട്ടികൾ ആ സമയത്ത് അവർക്ക് രജിസ്ട്രേഷൻ പോലും കിട്ടിയില്ല. അവരിൽ പലരും ഇന്നും സെൻറ്ററിലില്ല, PhD കംപ്ലീറ്റ് ആക്കിയില്ല. അവർ അനധികൃതമായി സെൻറ്ററിൽ വന്നവരാണ്. ഞാൻ നിയമപരമായിട്ട് വന്ന് എനിക്ക് സീറ്റ് തരാതെ അവർക്ക് സാറ്, അവർ 4 പേരുണ്ടായിരുന്നു, സീറ്റ് കൊടുക്കുകയും എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ലൈബ്രറിയിലാണ് ഇരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ സിൻഡിക്കേറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് മീറ്റിങ്ങിലൊന്നും എടുക്കാതിരുന്നതിന് ശേഷം ആ സമയത്താണ് 2016 രോഹിത് വെമുല നമ്മെ വിട്ടുപോകുന്ന സമയം. ആ സമയത്ത് SFI വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എൻ്റെ ഈ വിഷയം നടന്നിട്ട് SFIക്ക് അറിയാമായിരുന്നു. അവരൊരു ചെറിയൊരു പ്രതിഷേധം നടത്തിയെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞാനത് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഈ വിഷയത്തിൽ നിരവധി കാര്യങ്ങൾ എനിക്കെതിരെ നടന്നതൊക്കെ അവർക്ക് അറിഞ്ഞിട്ടും യാതൊരു പ്രതിഷേധവും യൂണിവേഴ്സിറ്റി നടത്തിയില്ല. അപ്പോൾ അവിടെ അവർ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ ശിവദാസൻ ചേട്ടൻ, എനിക്കറിയാം, അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ശിവദാസൻ ചേട്ടൻ പാലക്കാട് ക്യാമ്പസിലൊക്കെ വരുമായിരുന്നു, എനിക്കറിയാം അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തെ ടാഗ് ചെയ്തിട്ട്, കണ്ണൂരുകാരനുമാണല്ലോ, ഞാൻ അദ്ദേഹത്തെ ടാഗ് ചെയ്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ആ പോസ്റ്റ് വൈറലായി. അങ്ങനെ അത് ന്യൂസായി. ആ ന്യൂസായതിനു ശേഷം യൂണിവേഴ്സിറ്റിക്ക് സിൻഡിക്കേറ്റിൽ എൻ്റെ അന്വേഷണ റിപ്പോർട്ട് വെക്കേണ്ടി വന്നു. ആ റിപ്പോർട്ടിൽ യൂണിവേഴ്സിറ്റി നന്ദകുമാറിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതായി വന്നു. അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. അത് ഒരാഴ്ചക്കകം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് എൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ബേസിൽ, അതായത് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാൻ യൂണിവേഴ്സിറ്റി പോലീസിലേക്ക് ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം യൂണിവേഴ്സിറ്റിയിലെ തന്നെ അധ്യാപകനായ നന്ദകുമാർ കളരിക്കലിനെതിരെ കേസെടുക്കുന്നത്. പിന്നീട് ആ കേസിൻ്റെ നാൾവഴികളിൽ നിരവധിയായ അട്ടിമറികൾക്ക് ശ്രമം നടന്നു. ലാസ്റ്റ് കേസ് അട്ടിമറിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചില ഘട്ടങ്ങളിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഈ അന്വേഷണം നടക്കുന്ന സമയങ്ങളിൽ തന്നെ ഇദ്ദേഹം ഈ FIR ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ക്വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ എന്നെ കക്ഷിയാണ്. അങ്ങനെ അന്ന് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ അറിയിച്ചു, ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഗുരുതരമായ ജാതി വിവേചനം അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന DYSP. ആ സാറ് റിട്ടയർഡ് ആവാൻ ഒരു 6 മാസം കൂടി ബാക്കി നിൽക്കുന്നുള്ളൂ, അത്ര പോലും ഇല്ല. അതിനുള്ളിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യിച്ചു ആലുവയ്ക്ക്. അദ്ദേഹം കോട്ടയംകാരനാണ്, ഇവിടെ അടുത്തുള്ള ആളാണ്. അദ്ദേഹത്തെ ആലുവയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചതിന് ശേഷം നന്ദകുമാറിനെ ഫേവർ ചെയ്യാൻ വേറൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം വന്ന് കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഫർദർ ആക്ഷൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയിൽ. അതേസമയം ഹൈക്കോടതി എൻ്റെ റിപ്പോർട്ട് നോക്കി. അതിൽ ഷീന ഷുക്കൂർ മാഡത്തിൻ്റെ അടക്കം, അതായത് എൻ്റെ സെൻറ്ററിലുണ്ടായിരുന്ന റിസർച്ച് സ്കോളേഴ്സിൻ്റെ അടക്കം മൊഴികളുണ്ട് എന്നെ മോഷ്ടാവെന്ന് വിളിച്ചതും. അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥിക്ക് ഫേവർ ചെയ്താൽ സെൻറ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുന്ന ഇദ്ദേഹം പറഞ്ഞതടക്കം എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഫർദർ ആക്ഷൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്. അതിൻ്റെ ആ റിപ്പോർട്ട് നോക്കിയിട്ട് ആ ക്രിമിനൽ MC ആ പെറ്റീഷൻ ഹൈക്കോടതി ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ FIR ക്വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂണിവേഴ്സിറ്റി പരാതിക്കാരനായത് കാരണം പോലീസ് നേരെ രജിസ്ട്രാറെ പോയി കാണുക ചെയ്തത്. ഈ പരാതി ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർക്ക് പിന്നെ രജിസ്റ്റർ ചെയ്താൽ കോടതിയിൽ അത് പറയണമല്ലോ. ഏറ്റുമാനൂർ കോടതിയിൽ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റി അറിയിച്ചു. യൂണിവേഴ്സിറ്റി എനിക്ക് യാതൊരു ഇൻറ്റിമേഷനും തന്നില്ല. പിന്നീട് ഞാൻ അറിയുക ചെയ്യുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റി യാതൊരു എതിരും പറഞ്ഞില്ല. എനിക്കെന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചുമില്ല. നേരെ കോടതിയിലേക്ക് അവർ യാതൊരു എതിർവാദവും പറയാത്ത കാരണം ഇത് കോടതിയിലേക്ക് പോവുക ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അങ്ങനെ ആ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് കോട്ടയം സെഷൻസിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്.
അങ്ങനെ നന്ദകുമാറിനെതിരെ കേസ് അങ്ങനെ കോട്ടയം സെഷൻസ് കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എനിക്കെതിരെ ഒരു കേസെടുത്തു. കാരണം നന്ദകുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് CPM തന്നെയാണ്. ഇവിടെ ക്യാമ്പസിലുള്ള അസോസിയേഷൻ്റെ വലിയ പിന്തുണ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് ഞാൻ അറിയാൻ കാരണം, ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്നോട് അന്ന് VC ആയിരുന്ന അദ്ദേഹം തന്നെ എന്നോട് പറയുന്നത്, ദീപ, എനിക്ക് വിളി വരുന്നത് ഇന്നത്തെ നമ്മുടെ മന്ത്രിയായിരിക്കുന്ന VN വാസവൻ സാർ, അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ്, നിരവധിയായ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സൊക്കെയാണ് നന്ദകുമാറിന് വേണ്ടി ക്യാമ്പസിലേക്ക് വിളിക്കുന്നത്. എനിക്ക് ഭീകരമായ പ്രശ്നമുണ്ട് ദീപ എന്നാണ് എന്നോട് മുൻ VC ആയിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഈ സിൻഡിക്കേറ്റിൻ്റെ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ആ സമയത്ത് സാർ എന്നോട് പറയുന്ന കാര്യമാണ്. സാറിന് അത്ര വലിയ പ്രഷർ ഉണ്ടായിരുന്നു. പിന്നീട് വാർത്തയായതിനു ശേഷം മാത്രമാണ് സാറിനത് സിൻഡിക്കേറ്റിൽ വെക്കാൻ പോലും പറ്റിയത്. അതേ സമയത്ത് എനിക്കെതിരെ ഒരു കേസെടുത്തു 2017 മാർച്ചിൽ. ഈ എസ് പിക്കും പാർട്ടിയുടെ കോളുകൾ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തിരുന്നു. പിന്നെ ഇതിൻ്റെ പുരോഗതി അറിയാൻ വേണ്ടി RTA വെച്ചിരുന്നു. ആ RTAയുടെ റെസിപ്റ്റ് വാങ്ങാൻ പോയെന്ന് എന്നെ SP ഓഫീസിൻ്റെ ഫ്രണ്ടിലിട്ട് അടിച്ച് ഈസ്റ്റ് സ്റ്റേഷൻ വരെ വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ എനിക്കെതിരെ ഒരു കേസെടുത്തു. എന്നെ അവിടെ വെച്ചിട്ട് എനിക്ക് തീരെ വയ്യാതായി. എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചു. അവിടെ നിന്ന് നേരെ പോലീസുകാർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റെഫർ ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അത്രയ്ക്ക് പരുക്കുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോൾ അവിടെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ പോലീസുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പൊളിറ്റിക്കലായിട്ടുള്ള വലിയ പ്രഷറുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് ഇടുക എന്നതായിരുന്നു. അതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മജിസ്ട്രേറ്റിനെ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വന്നു. എന്നെ പോലീസുകാർക്ക് കോടതിയുടെ മുന്നാകെ ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ അഡ്മിറ്റ് ആയിട്ട് ആണല്ലോ ഉള്ളത്. അങ്ങനെ കോടതി നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ കയ്യിൽ സ്റ്റിങ്ങൊക്കെ ഇട്ട് ഞാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കെതിരെ കുറേ കുറ്റങ്ങളൊക്കെ ചാർത്തി ആദ്യമേ പോലീസുകാർ ഒപ്പിടാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്താ ഒപ്പിടാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ഒപ്പിട്ടേൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റ് എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നം നടന്നത്, ഇവിടെ വേറെ എന്തുവാ നടന്നതെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായി. ഞാൻ ഈ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് അവിടെ പോലീസുകാരോട് തന്നെ ഒരു പേപ്പർ വാങ്ങി. അവരെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള റിമാൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്നതാണ് മജിസ്ട്രേറ്റിനൊപ്പം. മാഡം അവിടെ ഇരുന്ന് എൻ്റെ പരാതി കേട്ട് ഓൺ ദ സ്പോട്ടിൽ സോമോട്ടോ കേസ് എടുക്കുകയാണ് ചെയ്തത്. പോലീസുകാർക്കെതിരെ കേസെടുത്ത് എനിക്ക് പിറ്റേന്ന് ജാമ്യം തന്ന് എന്നെ വിടുക ചെയ്തത്. അത് അങ്ങനെ ഒരു സംഭവത്തിനു കൂടി അങ്ങനെ ഒരു അവസ്ഥ കൂടി എനിക്ക് നേരിടേണ്ടി വന്നു. അതായത് എൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി പരാതി കൊടുത്തു. ആ പരാതി ഇങ്ങനെ മുന്നോട്ട് പോയി. ആ പരാതിയുടെ പ്രയാണം ഇങ്ങനെയായിരുന്നു. കേസ് അട്ടിമറിക്കുന്നതിലേക്ക് പോയി. പിന്നീട് അതിൻ്റെ മേലെ എനിക്ക് കേസ് വരിക. ഇപ്പോഴും ആ കേസ്, കൗണ്ടർ കേസും CMB അതും എനിക്കെതിരെയുള്ള കേസും ഇപ്പോൾ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ അത് നടക്കുന്നുണ്ട്. കൂടാതെ നന്ദകുമാർ സാറിനെതിരെയുള്ള കേസ്, SC/ST അട്രോസിറ്റി പ്രകാരമുള്ള കേസ് സെഷൻസിൽ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല, സെൻറ്ററിൽ വർക്ക് ചെയ്യാൻ സാഹചര്യമില്ല. ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. എനിക്ക് യൂണിവേഴ്സിറ്റീൻ്റെ എൻ്റെ പരാതിക്ക് ശേഷം ഇരിപ്പിടം കൊടുക്കണമെന്ന് പറഞ്ഞു, മെറ്റീരിയൽ കൊടുക്കണമെന്ന് പറഞ്ഞു VC ഉത്തരവിട്ടതിന് ശേഷം കുറച്ച് മെറ്റീരിയൽ കിട്ടി. അതും പ്രകാരം വർക്ക് ചെയ്യാൻ ചെന്നിട്ട് എനിക്ക് തടസ്സങ്ങൾ തന്നെയാണ്, അതിനുള്ള സാഹചര്യങ്ങളില്ല അവിടെ. അതിൻ്റെയൊക്കെ പരാതി കൊടുത്തിട്ടും യാതൊരു വിധത്തിലും പരിഹരിക്കുന്നില്ല. അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. റിട്ട് കൊടുത്തു. കോടതി നിരവധിയായ ഓർഡറുകൾ ഇട്ടു. കണ്ടംപ്റ്റ് വരെ ഫയൽ ചെയ്തു. നന്ദകുമാറിനെ നേരിട്ട് ഹൈക്കോടതി വിളിപ്പിച്ചു. ഹൈക്കോടതിയിലേക്ക് നന്ദകുമാർ കളരിക്കലിനെ നേരിട്ട് വിളിപ്പിച്ചു. എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ല. VCക്ക് ലാസ്റ്റ് കോടതി ഉത്തരവിട്ടു. പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്ന സാറിനെ വരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടു ഹൈക്കോടതി, അവിടുത്തെ അന്തരീക്ഷം വിലയിരുത്താൻ. എന്നിട്ട് സാറ് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട്, കാരണം എനിക്ക് അവിടെ സാഹചര്യം ഇല്ലെന്ന് മനസ്സിലായതിന് പ്രകാരം സാറ് അവിടെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി VCക്ക് ഉത്തരവിട്ടു. ആ ഉത്തരവ് ഇപ്പോഴും VC
വെച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് നടപ്പിലാക്കുന്നില്ല. VC സാബു തോമസ് സാറാണല്ലോ, നന്ദകുമാറിന് വേണ്ടിയല്ലാതെ നിൽക്കില്ലല്ലോ, അതനക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഉത്തരവ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നീട് SC/ST കമ്മീഷൻ്റെ ഉത്തരവ് വന്നു. ആ ഉത്തരവിലും കമ്മീഷൻ വളരെ കൃത്യമായി ഇവരെ വിമർശിക്കുന്നുണ്ട്. ഇത്രയും കാലം എൻ്റെ വർഷം കളഞ്ഞതിന്, ഇത്രയും പീഡനം എനിക്ക് ഏൽക്കേണ്ടി വന്നതിൽ കമ്മീഷൻ വിമർശിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ ആണ് യൂണിവേഴ്സിറ്റി VC സാബു സാറ് സുധാകരൻ എന്ന് പറയുന്നൊരു സാറ്, ഡോക്ടർ സുധാകരനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു 6-7 അംഗങ്ങളുണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി രൂപീകരിച്ചതിലാണ് പിന്നീട് അങ്ങോട്ട് ഒരു അനക്കവുമില്ല. വീണ്ടും ഞാൻ പോയി സാറിനെ കണ്ടു, പരാതി കൊടുത്തു, എനിക്ക് വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കമ്മിറ്റിയിൽ എന്നോട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ ചോദിച്ച് ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അവരൊരു നോട്ടീസ് തന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു. കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ മറുപടി തരാൻ പറഞ്ഞു. 7 ദിവസത്തിനുള്ളിൽ ഞാൻ മറുപടി കൊടുത്തു. അതിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ, എനിക്ക് ഹോസ്റ്റൽ സൗകര്യം ആവശ്യമുണ്ട്, ലൈബ്രറി സൗകര്യം ആവശ്യമുണ്ട്, എൻ്റെ ഫെലോഷിപ്പ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫെലോഷിപ്പിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഫെലോഷിപ്പ് തടഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് ഒരുമിച്ച് വിട്ടു തരേണ്ട അവസ്ഥയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോപ്പർലി ഒരു ഫെലോഷിപ്പ് തരേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ 3 വർഷത്തെ ഫെലോഷിപ്പ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കിട്ടുന്നത്. 14 ജോയിൻ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നത് 16-ലോ 17-ലോ ആണ് എനിക്ക് ആദ്യത്തെ ഫെലോഷിപ്പ് കിട്ടുന്നത്. പിന്നീട് 3 വർഷത്തെ ഫെലോഷിപ്പ് കിട്ടി. 4-ാം വർഷത്തെ ഫെലോഷിപ്പ് ഇപ്പോഴും പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് നിരവധിയായ ചിലവുകൾ, എനിക്ക് ഈ നീതി തേടിയുള്ള എൻ്റെ അലച്ചിലാണ്. ഇതിൽ ഞാൻ ഭീകരമായ ഒരു കടത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ ചെന്ന് നിൽക്കുന്നത്. കാരണം എൻ്റെ ഫെലോഷിപ്പ് കിട്ടുന്നില്ല. ഞാനൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് പെർമനൻ്റായിട്ട് എനിക്ക് എവിടെയും കയറാൻ പറ്റുന്നില്ല. എനിക്കൊരു PG പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ എനിക്കൊരു ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇവിടുത്തെ റെഗുലറായി PhD ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. ഇങ്ങനത്തെ ഇഷ്യൂവിൽ നിൽക്കുന്നു. ഇതിനൊരു സൊല്യൂഷനില്ല. ഇതിനൊരു സൊല്യൂഷൻ ഇവർ കാണുന്നില്ല. എൻ്റെ വർഷം നഷ്ടപ്പെടുത്തുക, ഞാൻ എങ്ങനെയും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുക, അല്ലെങ്കിൽ എനിക്കെന്ത് സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്താലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. വീണ്ടും രോഹിത് വെമുലമാരെ സൃഷ്ടിക്കുന്നതിന് അവർക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കണ്ടില്ല, പറവൊക്കെ ഇപ്പോൾ വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. അവർക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇതൊരു ന്യായത്തിൻ്റെ പ്രശ്നമാണ്, നീതിയുടെ പ്രശ്നമാണ്, എൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരു PhDക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അത്രയ്ക്ക് അധ്വാനിച്ചിട്ടാണ് പഠിച്ചു കയറി വന്നത്. എൻ്റെ സ്വപ്നമാണത്. ഞാൻ എന്നാലാവുന്ന വിധം ഞാൻ വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അന്വേഷണങ്ങളുമായിട്ടും ഒക്കെ ഞാൻ സഹകരിച്ചു. പക്ഷേ ഈ നാളിതുവരെയും ഓർഡറുകൾ ഉണ്ടായിട്ടോ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണ അട്ടിമറികൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം അവർക്ക് അത് സ്വാധീനിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. പക്ഷേ ഹൈക്കോടതിയാണെങ്കിലും കമ്മീഷനാണെങ്കിലും SC/ST കമ്മീഷനാണെങ്കിലും ഉത്തരവിട്ടിട്ടും എന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ എനിക്ക് യൂണിവേഴ്സിറ്റി തരുന്നില്ല. അതിൽ പ്രധാനമായിട്ടും നന്ദകുമാറിൻ്റെ വാശിക്കനുസരിച്ച് സാബു തോമസ് സാറ് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ നിവൃത്തികേടിൻ്റെ മേലെയാണ് എനിക്ക് ലൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം പലതവണ ഞാൻ അവിടെ കയറി ചെല്ലുന്നു, സാറിനെ കാണുന്നു, ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു, ഒന്നും അനക്കുന്നില്ല. എൻ്റെ പരാതികൾ എനിക്ക് വർക്ക് ചെയ്യാൻ സാഹചര്യം താന്ന് പറഞ്ഞിട്ട് നിരവധി തവണ കയറി ചെന്നിട്ടും അതൊക്കെ വാങ്ങി അവിടെ വെക്കുമെന്നല്ലാതെ അതിനകത്ത് ഒരു ആക്ഷനും ഇല്ല. അങ്ങനെയാണ് ഒരു വലിയ കെട്ടാണ് എൻ്റെ കെട്ട്. ആർക്കും RT വെച്ച് എടുത്ത് നോക്കാം, അത് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അറിയാം, വലിയ കെട്ടാണ്. ആ ഫയൽ കൊണ്ടുപോയിട്ട് പഠിക്കണം എന്നാണ് സുധാകരൻ സാർ അന്ന് എന്നോട് പറഞ്ഞത്. നിൻ്റെ ഫയൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ മേലെ ഒരു ആക്ഷനും ഇല്ല. അങ്ങനെ ഞാൻ ഹോസ്റ്റൽ വേണമെന്ന് ആവശ്യപ്പെട്ടു, ലൈബ്രറി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വായിക്കുമെങ്കിലും ചെയ്യാമല്ലോ. എൻ്റെ ഒരുപാട് തവണ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് കുറച്ച് വർക്ക് ചെയ്യാൻ കയറും, വീണ്ടും തടസ്സം, അങ്ങനെ കയറും, തടസ്സം. എന്നാൽ കുറച്ചെങ്കിലും വായിച്ചിട്ട് വർക്കിന് എന്തായാലും ഒരു ചെയർമാനൊക്കെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. SC/ST കമ്മീഷൻ്റെ ഓർഡറും കൂടെ വന്നപ്പോൾ എന്നെ കൃത്യമായിട്ട് ചെയ്യിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ലൈബ്രറി വേണമെന്ന് പറഞ്ഞു, സൗകര്യം തന്നില്ല. പിന്നെ ഹോസ്റ്റലിൽ വേണം. വലിയ സ്ട്രഗിളിലാണ് ജീവിക്കുന്നത്. പുറമെ വാടക കൊടുത്തിട്ടുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാണ്. സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ടുണ്ട്. ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിലാണ് എനിക്ക് ലൈവ് ചെയ്യേണ്ടതായിട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ആ സാറ് പറയുന്നുണ്ട് ഫീസ് അടച്ചിട്ട് നീ ജോയിൻ ചെയ്യാൻ. പക്ഷേ ഫീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീസ് അടയ്ക്കാൻ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്?
എൻ്റെ ഫെലോഷിപ്പ് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫീസ് അടയ്ക്കാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നെ വർക്ക് ചെയ്യിക്കാനല്ല, എന്നെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു സാധനമാണ്. ഇത്രയും ബുദ്ധിമുട്ടുകൾ യൂണിവേഴ്സിറ്റി തന്നെ കണ്ടെത്തിയതാണല്ലോ അദ്ദേഹം കുറ്റക്കാരനാണെന്ന്. എനിക്കതിൽ ആക്ഷേപമുണ്ട്, അതിൽ കേസിരിക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനാണോ ഫേവർ ചെയ്യുന്നത് അതോ അധ്യാപകനാണോ ഫേവർ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ കേസ് ഒരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കാം. യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ ഫെലോഷിപ്പ് വിട്ടു വന്നിട്ട് എൻ്റെ ഫീസ് അടച്ചതിന് ശേഷം എന്നെ വർക്ക് ചെയ്യാൻ അവർക്ക് അനുവദിക്കാം. പക്ഷെ അതൊരു ടെക്നിക്കലായി അവർ ഒരു കാര്യം അനാവശ്യമായിട്ട് എടുത്തിട്ടതാണത്. കാരണം എൻ്റെ അവകാശം അവിടെ തടസ്സപ്പെടുത്തി വെച്ചിട്ടാണ് എന്നോട് ഫീസ് അടയ്ക്കാൻ അവർ പറയുന്നത്, എനിക്ക് വർക്ക് ചെയ്യാൻ. അതുപോലെ ഈ നമ്മൾ അടയ്ക്കേണ്ട സെമസ്റ്റർ ഫീസ് ആണെങ്കിൽ പോലും അതിനൊരു രീതിയുണ്ട്. അതായത് 6 മാസത്തിൽ നമ്മൾ വർക്കിൻ്റെ പ്രോഗ്രസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ആ വർക്ക് പ്രോഗ്രസിൻ്റെ റിപ്പോർട്ടിൻ്റെ മിനിറ്റ്സ്, പ്രസൻറ്റ് ചെയ്തതിൻ്റെ മിനിറ്റ്സ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുന്ന റെസിപ്റ്റ് ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഇത് എനിക്ക് വർക്ക് ചെയ്യാൻ സൗകര്യം തരാതെ, വർക്ക് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് വർക്ക് പ്രസൻറ്റേഷൻ നടത്തുക? എങ്ങനെയാണ് ഞാൻ ഫീസ് അടച്ചിട്ട് ഇവർക്ക് ഞാൻ എന്തിൻ്റെ പേരിലാണ് ഞാൻ ഫീസ് അടയ്ക്കുന്നത്? ഇത്രയും പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് വൈസ് ചാൻസലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. അതിൽ ആ ലൈവ് കണ്ടവർക്ക് തന്നെ മനസ്സിലാവും അവർക്ക് തന്നെ അനാവശ്യമായിട്ട് ഇന്ന ഒരു കാരണം പറഞ്ഞിട്ട് വീണ്ടും എന്നെ തടസ്സപ്പെടുത്തുക, ഉത്തരവുകൾ നടപ്പിലാക്കാതിരിക്കുക. പക്ഷേ ഇപ്പം ഞാനന്ന് ലൈവായിട്ട് ചെന്നപ്പോഴാണ് ഇതേ ഒരു കാര്യം പറയുന്നത്. അതിനു മുന്നേ എനിക്കൊരു ഇൻറ്റിമേഷൻ തന്നിട്ടില്ല എന്ന് ഓർക്കണം. എനിക്കൊരു ലെറ്ററും അയച്ചിട്ടില്ല യൂണിവേഴ്സിറ്റി, നീ ഫീസ് അടയ്ക്കാതെ നിനക്ക് ഫീസ് അടച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. ഞാൻ കൊടുത്ത ലെറ്ററുകൾക്കൊന്നും എനിക്കൊരു മറുപടിയില്ല. ഈ ഉത്തരവുകൾ വെച്ചിട്ട് എന്നെ ഒരു കാര്യം അറിയിക്കുന്നില്ല. ഈ ചെയർമാനാന്ന് പറഞ്ഞു സുധാകരൻ സാർ ഇരിക്കുന്നു, ഒരു ആക്ഷനും ഇല്ല. അങ്ങനെയാണ് എനിക്ക് യൂണിവേഴ്സിറ്റി വീണ്ടും ചെന്നിട്ട് എനിക്ക് ലൈവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത്. പിന്നെ ഇതാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് നന്ദകുമാർ സാറായിട്ട് തുടങ്ങി വെച്ച വിവേചനം, സാറ് പ്രത്യക്ഷത്തിൽ കാണിച്ച നിരവധിയായ വിവേചനം, അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും എന്നോട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവേഷണം ചെയ്യാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല. ഞാൻ ആത്മഹത്യ ചെയ്താലും പ്രശ്നമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്താലും പ്രശ്നമില്ല, എന്തായാലും പ്രശ്നമില്ല എന്നൊരു കണ്ടീഷൻ. ഇതിൽ നന്ദകുമാർ സാർ വീണ്ടും ഇപ്പോൾ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. അതിലേക്ക് അദ്ദേഹം വരുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാബു സാർ PVC ആയിട്ട് നിയമിതനായിരുന്നു. ആ സമയത്ത് നന്ദകുമാറിനെ സാർ ശുപാർശ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ശുപാർശയുടെ പേരിൽ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു സിൻഡിക്കേറ്റ് കൂടുന്നു. നന്ദകുമാർ കളരിക്കലിന് വേണ്ടി മാത്രം ഒരു സിൻഡിക്കേറ്റ് കൂടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു സിൻഡിക്കേറ്റ് കൂടി അദ്ദേഹത്തിനെ അവിടെ ഡയറക്ടറായിട്ട് നിയമിക്കുകയാണ്. ബാക്കി അന്വേഷണം ഒക്കെ അട്ടിമറിച്ച് അങ്ങനെ. പക്ഷേ എന്നിട്ടും ആ സംഭവം കോടതിയിൽ ഇരിക്കുകയാണ്. എന്നിട്ടുമാണ് അദ്ദേഹത്തിനെ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടും അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടും ഒക്കെ നിയമിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ തുടർന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സുധാകരൻ എന്ന് പറയുന്ന സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർക്കൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, സ്വാധീനമാണ്. അതൊക്കെ അന്വേഷിച്ചാൽ അറിയാം. CPMൻ്റെ വലിയ സപ്പോർട്ട് അവരുടെ അസോസിയേഷനുള്ള ആൾക്കാരാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം, എൻ്റെ ഫാമിലി CPMൻ്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന CPMൽ തന്നെ അംഗമാണ്. എൻ്റെ അമ്മ ബ്രാഞ്ചിലെ അംഗമൊക്കെയാണ്. അങ്ങനെ പാർട്ടി കുടുംബം എന്ന് വേണം പറയാൻ. ഞാനും വോട്ടൊക്കെ ചെയ്തു വന്നത് CPMനൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ SFIക്കായിരുന്നു ക്യാമ്പസിൽ വോട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ അമ്മ ശ്രീമതി ടീച്ചർ, അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ആ സമയത്ത് ICD സൂപ്പർവൈസറായിരുന്നു. അങ്ങനെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും പങ്കെടുത്ത ഒരു ചടങ്ങിൽ അമ്മ ശ്രീമതി ടീച്ചറോട് പറയുന്നുണ്ട്, അമ്മ എഡ്വേയുടെ മെമ്പറാണ് കാലങ്ങളായിട്ട്, അസോസിയേഷനിലുള്ള ആളായിരുന്നു. ശ്രീമതി ടീച്ചറോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേ അമ്മ ശൈലജ ടീച്ചറിനോട് പറഞ്ഞു. ശൈലജ ടീച്ചർ അന്ന് മന്ത്രിയല്ല, MLA ആയിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ സാമ്പുവിയുടെ മകൾക്കൊരു പ്രശ്നമുണ്ട്, ശൈലജ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന്. അങ്ങനെ ശൈലജ ടീച്ചർ ക്യാമ്പസിലോട്ട് വിളിക്കുമ്പോൾ ഈ ക്യാമ്പസിലെ അസോസിയേഷൻ്റെ ഓഫീസറായിരുന്ന ഷറഫുദ്ദീൻ, അസോസിയേഷൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ സാർ എന്നെ വിളിക്കുകയും ഇവർ മീറ്റിംഗ് വെച്ചു. പാർട്ടി ഓഫീസിൽ, അസോസിയേഷൻ്റെ ഓഫീസിൽ, പാർട്ടി ഓഫീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അസോസിയേഷൻ്റെ ഓഫീസിൽ മീറ്റിംഗ് വെച്ചു.
അങ്ങനെ ശൈല ടീച്ചർ എന്നോട് ഫോണിൽ സംസാരിച്ചിട്ട് ആവശ്യപ്പെട്ടത്, ദീപ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. കേസിൽ നിന്ന് പിന്നോട്ട് പോകണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് റിസർച്ച് ചെയ്യാൻ നിനക്ക് റിസർച്ച് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുമെന്ന്. എനിക്കറിയാം, എനിക്കിവരെ നന്നായിട്ടറിയാം. ഞാൻ ആ കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ റിസർച്ച് ചെയ്യാൻ, എന്നെ അവിടെ ഒരു സ്റ്റുഡൻറ്റ് പോലും അല്ലാതാക്കാൻ പവറുള്ള ആളുകളാണ്. അതിനുശേഷം പോലും ഇത്രയും കേസുകളും കാര്യങ്ങളും ഇരിക്കുമ്പം പോലും നന്ദകുമാർ അതിന് ശ്രമിച്ചു. എൻ്റെ സ്റ്റുഡൻഷിപ്പ് കളയാൻ വേണ്ടി അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ എഴുതിയ ആളാണ്. അപ്പോൾ ഞാൻ ആ കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്റ്റുഡൻറ്റ് പോലും അല്ലാതാവും. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന് ഞാൻ അവിടുന്ന് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരും. ഞാനതുകൊണ്ട് ടീച്ചർ എന്നോട് ആദ്യം ചോദിച്ചാൽ, എന്താ മോളെ നീ SFIയിൽ അംഗമല്ലാത്ത, DYFIയിൽ അംഗമല്ലാത്ത, ഇതൊക്കെയാണ് ഇവരെന്നോട് ചോദിക്കുന്നത്. ഇതിൽ വലിയ സപ്പോർട്ട്, നന്ദകുമാറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് CPIM ആണ്. അത് എനിക്ക് പറയേണ്ടി വരികയാണ്. എന്നെക്കൊണ്ട് എൻ്റെ അവസ്ഥ, എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട് എന്നെക്കൊണ്ട് പറയിച്ചതാണ് ഈ കാര്യങ്ങളത്രേ. അതുകൊണ്ടായിരിക്കാം SFI കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഉയർത്താതിരുന്നത്. SFIയിൽ ഉണ്ടായിരുന്ന എൻ്റെ ചില കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി ഒന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്ക് വലിയ പ്രതിരോധമാണെന്ന് അന്ന് ക്യാമ്പസിലുണ്ടായിരുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഇതൊരു ജാതിയുടെ പ്രശ്നമായതുകൊണ്ടായിരിക്കാം മുഖ്യധാര പാർട്ടികളും അവരുടെ യൂത്ത്, അതുപോലെ സ്റ്റുഡൻറ്റ് വിങ് ഒന്നും ഇതിൽ പ്രതികരിക്കാത്തത്. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ജാതിയുടെ പ്രശ്നമാണ്. ഈ ജാതി ഇന്ത്യയിൽ ജാതി പ്രബലമായ സമുദായങ്ങളുടെ സപ്പോർട്ടിൽ ഭരിക്കുന്ന ആളുകൾക്ക് ഇത് അത്ര വലിയൊരു ഇഷ്യൂ അല്ല, പരിഹരിക്കേണ്ട അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കാം എൻ്റെ നീതിക്ക് വേണ്ടി ഇവിടെ ഒരു പ്രതിഷേധം കാര്യമായിട്ടുണ്ടാവാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. എൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നം എന്ന് മാത്രമല്ല, ഇത് ഞാൻ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സയൻസ് ബാച്ചിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വളരെ വിരളമാണ് ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബിലെ കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. ആ കിട്ടുന്ന കുട്ടികൾക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്ത നിരവധിയായ പ്രശ്നങ്ങൾ, നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആളുകൾ. എന്നാൽ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 1-2 കുട്ടികൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്, സെൻറ്ററിൽ ഡയറക്ടർ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ റിസർച്ച് ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുന്നില്ല. ഒന്നാമത് ഇവർ നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നില്ല. ഡോക്ടറേറ്റ് കിട്ടി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം നിരവധി പ്രശ്നങ്ങൾ ആക്കി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വലിയൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ ഒളിഞ്ഞും തെളിഞ്ഞും, എൻ്റെത് തെളിഞ്ഞു തന്നെയാണ്, ഒളിഞ്ഞും പല വിധത്തിൽ നടക്കുന്ന ഒരിടമാണ്. ഒരു സവർണ കേന്ദ്രീകൃത സർവകലാശാലയാണ്. ഇതൊരു അവകാശത്തിൻ്റെ എൻ്റെ മാത്രം പ്രശ്നമല്ല, നിരവധിയായ കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നൊരു കണ്ടീഷൻ. നിരവധിയായ കുട്ടികൾ ഈ ജാതിയുടെ പീഡനത്തിൻ്റെ മേലെ ഗവേഷണം ചെയ്യാനാവാതെ, ഗവേഷണം മാത്രമല്ല, അറിയാം, ഞാൻ എൻ്റെ കൊച്ചു ക്ലാസ് തൊട്ട് ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ മുന്നോട്ട് വരാത്ത ദളിത് കുട്ടികളാണ് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡ്രോപ്പ് ഔട്ടായി പോയിക്കൊണ്ടിരുന്നത്. എനിക്കും നിരവധിയായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ ഒരു ലൈവിൽ ഇപ്പോൾ പറയേണ്ടതല്ല, അതൊക്കെ ഞാൻ പിന്നീട് അത് പറയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയുള്ള സംഭവങ്ങളാണല്ലോ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. നിരവധി പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ട് തന്നെയാണ് കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോയതിന് കാരണം ഈ ജാതിയുടെ പേരിൽ നിരവധി പീഡനങ്ങൾ വാങ്ങിയ കുട്ടികൾ തന്നെയാണ് ഈ വിട്ടുപോകുന്നത്. ഈ പ്രിവിലേജ്ഡായ കുട്ടികൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നേ. അവർക്ക് കൃത്യമായിട്ട് അവരുടെ സാഹചര്യങ്ങൾ, അവർക്ക് ഇന്ന കാസ്റ്റ് മതി, അല്ലെ ഇന്ന പ്രിവിലേജ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് വർക്ക് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ ഭയമാണ്, ഇവർ ചെയ്തു കൊടുക്കും. അവരാവശ്യപ്പെട്ടില്ലേ പോലും ഇവർ അങ്ങോട്ട് ചോദിച്ചിട്ട് സൗകര്യം ചെയ്തു കൊടുക്കും. ഈ നാനോ സെൻറ്ററിൽ തന്നെ, ഈ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ തന്നെ ആളുകൾക്ക്, ഇത് കാണുന്ന ആൾക്കാർക്ക് RTA വെച്ച് നോക്കാം, എത്ര ആളുകളാണ് ഇവിടെ PhD കംപ്ലീറ്റ് ആക്കി പോയത്, അതിൽ എത്ര ദളിത് സ്റ്റുഡൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. അതിൽ ഞാൻ ഒരാളാണ് ഉണ്ടായത്. ആകെ 100-100ഓളം പേരുണ്ടായ സെൻറ്ററിൽ ഒരൊറ്റ ഒരാൾ എവിടെയാണ് റിസർവേഷൻ മാനദണ്ഡമൊക്കെ പാലിച്ചിട്ടുള്ളത്. അങ്ങനെ ക്വാളിഫൈഡ് അല്ലാത്ത കുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇവരങ്ങനെ ഒരു നോട്ടീസ് പോലും അവർ വിടുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെ റിസർച്ച് ചെയ്യിക്കാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ, ഇത്ര വലിയ പീഡനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് ഞാൻ പ്രതികരിക്കാതെ എനിക്ക് ഡ്രോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. എനിക്കിത് പ്രതികരിച്ച്
കാരണം ഇതറിയണം, ആളുകൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് തവണ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട അവസരങ്ങളാണ് എൻ്റെ മുന്നിലുണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഇനിയൊരു രോഹിത് വെമുല ഇവിടെ വേണ്ട, ഇനിയൊരു രോഹിത് വെമുല ഇവിടെ വേണ്ട. അങ്ങനെ ദളിത് സമുദായത്തിന്, പട്ടികജാതി പട്ടികവർഗ ആളുകൾക്ക് ഇനിയൊരു കുഞ്ഞിനും ജാതിയുടെ പേരിൽ ഇങ്ങനൊരവസ്ഥ, മരിക്കേണ്ട അവസ്ഥ, ജാതിയുടെ പേരിലുള്ള പീഡനങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കരുതി തന്നെയാണ്. ഇത് എൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നം മാത്രമല്ല, നിരവധിയായ ആളുകൾ, എൻ്റെ ഈ പ്രശ്നം പുറത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഈ ക്യാമ്പസിനകത്തും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ പാടില്ല. ജാതിയുടെ പേരിൽ അവൻ്റെ അർഹിക്കുന്ന അവകാശങ്ങൾ നേടി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ എനിക്കിത് PhD എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അത് വേറെയും എൻ്റെ സമര രീതികൾ, എന്നെ ഇത് കേൾക്കുന്ന ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നീതി ഇവിടെ നടപ്പിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ന്യായം നടപ്പിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ജാതിയുടെ പേരിൽ പീഡനം ഇവിടെ പാടില്ല എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു പ്രശ്നത്തിൽ ഒപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പ്രശ്നം ഉണ്ടായിട്ട് നിരവധിയായ ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരെയും ഞാനിപ്പോൾ പേരെടുത്തൊന്നും പറയുന്നില്ല. നിരവധിയായ പ്രതീക്ഷകൾ തന്ന സംഘടനകളും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മറ്റു പല കാരണങ്ങളും ഞാൻ പറയുന്നില്ല ഇപ്പോൾ, അതിലൊക്കെ മറിഞ്ഞ് പോയിട്ടുണ്ട്. എനിക്ക് വളരെ പ്രതീക്ഷ തോന്നി, ഭീം ആർമിയിൽ എനിക്ക് വളരെ പ്രതീക്ഷ തോന്നി. ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി പ്രൈസിനോടും അതുപോലെ തന്നെ പ്രസിഡന്റ് ചീഫായിട്ടുള്ള റോബിനോടും ശ്രീ റോബിനോടും ഞാൻ വിഷയങ്ങൾ പറയുന്നത്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വിഷയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യം തന്നെ അവരോട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ഈ വിഷയം മനസ്സിലാക്കുന്ന ആളുകളും ഒപ്പം നിൽക്കണമെന്നും ഇതൊരു ഇങ്ങനെ ജാതി വിവേചനം നേരിട്ട് ആളുകൾ മരണത്തിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആളുകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റണം, ഈ നാട്ടിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണം ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിങ്ങനെ സംസാരിക്കാൻ അവസരം തന്ന ഭീം ആർമിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതിൽ വരുന്ന കമൻസിനൊന്നും മറുപടി എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഞാനത് നോക്കിയിട്ട് പിന്നീട് ഞാൻ എൻ്റെ FB അക്കൗണ്ടിൽ ഞാനതിന് മറുപടി ഞാൻ എഴുതിയിട്ടോളാം. ഇപ്പോൾ ടൈം 1 മണിക്കൂറോളമായി. അതുകൊണ്ട് ഞാൻ ഈ ലൈവ് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.